ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള നാഷണൽ ഇൻകം ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻസോട് കൂടെ പഠിച്ച ഒരു കാര്യമായിരിക്കും നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകത്തിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലേ, ഒരു മോണിറ്ററി വാല്യൂ ആണ് അല്ലേ? എന്തിൻ്റെ മോണിറ്ററി വാല്യൂ ആണ്? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അല്ലെ. ഒരു വർഷം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ വഴിയാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം അല്ലെ. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെ, നമുക്ക് GDP GNP ഒക്കെ പോലെ അഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം അല്ലെ. ആദ്യം നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം? നാഷണൽ ഇൻകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നാഷണൽ ഇൻകം ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു അക്കൗണ്ട് കീപ്പിംഗ് ഒക്കെ ആയിട്ടാണ് നമുക്ക് നാഷണൽ ഇൻകത്തിനെ കൺസിഡർ ചെയ്യാം അല്ലെ. ഓരോ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും എന്തോരം നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് വ്യത്യാസം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ നാഷണൽ ഇൻകം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണുള്ളത് അല്ലെ. മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 3 എണ്ണമാണുള്ളത്. അതിൽ ഏതൊക്കെയാണ് 3 എണ്ണം എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട് അല്ലെ. ആദ്യത്തെ ഏതുണ്ട്? പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തത് ഇൻകം മെത്തേഡ് ഉണ്ട്. മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ 3 മെത്തേഡ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? നമുക്ക് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കിയാൽ ഓൾ 3 മെത്തേഡ്സ് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യ അല്ലെ. ഈ 3 മെത്തേഡ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാഷണൽ ഇൻകം ഇസ് ദ സെയിം നോ മാറ്റർ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് അല്ലെ. അപ്പൊ നാഷണൽ ഇൻകം എന്തായിരിക്കും? ഈ 3 മെത്തേഡ് യൂസ് ചെയ്താലും നാഷണൽ ഇൻകം സെയിം ആയിരിക്കും. ഓക്കെ, അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും നാഷണൽ ഇൻകം കിട്ടുക. ഓക്കെ, ഇത്രയും കാര്യം തൽക്കാലം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കിയേ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? പ്രൊഡക്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ പ്രൊഡക്റ്റ് മെത്തേഡ് നോക്കിയേ? ഡിവൈഡ് ദ എക്കണോമി. പ്രൊഡക്റ്റ് മെത്തേഡ് ഡിവൈഡ് ദ എക്കണോമി ഇൻടു പ്രൈമറി, secondary and tertiary sectors and separate the monetary value of goods and services produced in each sector അല്ലെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എക്കണോമിക്സ് പഠിച്ചപ്പോൾ തന്നെ നമുക്കറിയായിരിക്കും, പ്രൈമറി സെക്ടർ അല്ലെ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലെ. സെക്കൻഡറി സെക്ടർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. ടേർഷ്യറി സെക്ടർ നമുക്കറിയാം സർവീസ് സെക്ടർ ആണ്. ഈ ടേർഷ്യറി സെക്ടറിന്റെ തന്നെ സബ് ഡിവിഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ ക്വാട്ടർണറി ആൻഡ് ക്യൂനറി സെക്ടർ. ക്വാട്ടർണറി എന്ന് പറഞ്ഞാൽ നോളജ് ബേസ്ഡ് സെക്ടർ ആണ് അല്ലെ. ക്യൂനറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈ ലെവൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സെക്ടർ ആണ് ക്യൂനറി സെക്ടർ അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താ ചെയ്യുന്നത്? ഈ ഡിവൈഡ് ദ എക്കണോമി ഇൻടു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അല്ലെ, ഇങ്ങനെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആൻഡ് സെപ്പറേറ്റ് ദർ മോണിറ്ററി വാല്യൂ അല്ലെ. അവരുടെ മോണിറ്ററി വാല്യൂ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യണം അല്ലെ. മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സെക്ടർ അല്ലെ. ഓരോ സെക്ടറിലും എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ എത്ര മോണിറ്ററി വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത് പ്രൊഡക്റ്റ് മെത്തേഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പ്രൊഡക്റ്റ് മെത്തേഡ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓരോ സെക്ടറിലും എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു വർഷം നമ്മുടെ രാജ്യത്തിൽ എത്ര എന്താണ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എത്ര ഗുഡ്സ് എത്ര സർവീസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, GDP ഒക്കെ പോലെ തന്നെ നമ്മൾ GDP പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം മെത്തേഡ് നോക്കിയാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് അല്ലെ. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ ഇൻകം, ലാൻഡിന്റെ ഇൻകം ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? റെന്റ് കിട്ടും. ലേബറിന്റെ ഇൻകം ആയിട്ട് നമുക്ക് വേജസ് ആണ് കിട്ടുക. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. എന്റർപ്രണർഷിപ്പ് ആണെങ്കിലോ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുക അല്ലെ. ഈ രീതിയിലല്ലേ നമുക്ക് ഇൻകം കിട്ടുക. അപ്പൊ ഇൻകം മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുക? എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം യൂസിംഗ് ദ സം ഓഫ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ കൺട്രി അല്ലെ.
നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ആ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലും ഏത് രീതിയിലാണോ ഇൻകം കിട്ടുന്നത്, ആ ഇൻകം എല്ലാം കൂടെ സമ്മ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഈ റെന്റ് പ്ലസ് അല്ലെ ഇൻട്രസ്റ്റ് പ്ലസ് വേജസ് പ്ലസ് പ്രോഫിറ്റ് അല്ലെ, അങ്ങനെ നമുക്ക് 4ഉം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, നമ്മുടെ നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതാണ് എന്ത് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് ഇൻകം വഴി നമുക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡക്ഷനെയും അല്ലെ, ഫാക്ടേഴ്സ് ഓഫ് ഇൻകം പ്രൊഡക്ഷൻ അല്ല, ഫാക്ടേഴ്സ് ഓഫ് ഇൻകം വഴി നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സമ്മ് ചെയ്യാണ്. അതാണ് എന്ത് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതോ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ് അല്ലെ. എന്താ എക്സ്പെൻഡിച്ചർ മെത്തേഡ്? എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ഗവൺമെന്റ് ഇൻ എ ഇയർ അല്ലെ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന എക്സ്പെൻസ് അല്ലെ, നമ്മൾ നേരത്തെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ എമൗണ്ട് സ്പെൻഡ് ചെയ്തതാണ് നമ്മൾ എവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കിട്ടിയോ? ഇനി അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ എ കൺട്രി ആർ മെയിൻലി ഡിവൈഡഡ് ഇൻടു 4 കാറ്റഗറീസ് അല്ലെ. 4 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ മെയിൻലി എക്സ്പെൻഡിച്ചേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 4 കാറ്റഗറീസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലെ. അപ്പൊ നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി നമ്മൾ എങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ, നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലെ. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, ഓരോ സെക്ടറിലും എത്ര മോണിറ്ററി വാല്യൂ ഉണ്ട്, അതായത് എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നോക്കിയിട്ട് ഓരോ സെക്ടർ വൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയും. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, അതിനകത്ത് വരുന്ന ഈ 4 ഇൻകത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് അല്ലെ. റെന്റ്, ഇൻട്രസ്റ്റ് അല്ലെ, വേജസ്, അതുപോലെ പ്രോഫിറ്റ്, ഈ 4 കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡോ ഈ പറയുന്നത് നമുക്ക് 4 എക്സ്പെൻഡിച്ചേഴ്സ് 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഈ 4 കൂടെ പ്ലസ് ചെയ്യുന്നത് അല്ലെങ്കിൽ 4 കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കൺസംഷൻ മെത്തേഡ് പ്ലസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൈനസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. ഓക്കെ, എന്ത് മെത്തേഡ് വഴി, എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ എന്തിനാ പഠിക്കാൻ പോകുന്നത്, നമ്മൾ അഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകത്തിനെയാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ. ഡിഫറെന്റ് ഫോംസ് വഴി നമ്മുടെ എത്രമാത്രം നമുക്ക് എന്താ പറയുക എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെ രീതിയിൽ നടക്കുന്നു, ഡിപ്രിസിയേഷൻ കൂട്ടുന്ന സമയത്ത്, ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്ന സമയത്ത് അല്ലെ, ഡൊമസ്റ്റിക് ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ റെസിഡൻസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത്, ഇങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് നാഷണൽ ഇൻകത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ആദ്യത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP ഉണ്ട് അല്ലെ നമുക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണ്, GDPയുടെ കേസ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫിസിക്കൽ ഇയർ വിത്തിൻ ദ കൺട്രി അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ GDPയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫിസിക്കൽ ഇയർ വിത്തിൻ ദ കൺട്രി അല്ലെ. ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ GDP എന്ന് പറയുന്നത് അല്ലെ. ഓൾമോസ്റ്റ് ഇതിന് സിമിലർ ആണ്, നമ്മുടെ പ്രൊഡക്റ്റ് മെത്തേഡിന് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം ഓഫ് ഇന്ത്യൻസ് വർക്കിംഗ് എബ്രോഡ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യസ് GDP അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിപ്പോൾ ഇന്ത്യയാണെന്ന് വിചാരിക്കാം നമുക്ക്. ഓക്കേടാ, ഇത് ഇന്ത്യയാണെന്ന് വിചാരിക്കാം, നമ്മളിത് ഇന്ത്യയാണെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ we have A, B, C and D. 4 കമ്പനീസ് ഉണ്ട് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, ഇതിൽ A is from India, B is from US, C is from Japan and D is from D is from China. Okay, എല്ലാവരും ഫോർ എക്സാമ്പിൾ അവർ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് 100 rupees ആണ് ഒരു ഇയർ എന്ന് വിചാരിക്കാം. നമ്മൾ
കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ 100 rupees എടുക്കുന്നത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പൊ അതിനാണെന്ന് നമ്മൾ വിചാരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ എല്ലാവരെയും എന്തിൽ ആഡ് ചെയ്യൂടാ? നമ്മുടെ GDP-യിൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, വൈ? ഇത് ചൈനയുടെയാണ്, നമുക്കറിയാം. ഇത് US-ന്റെയാണ്, ജപ്പാന്റെയാണ്, ഇത് ചൈനയുടെയാണ്, ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ എവിടെ ആഡ് ചെയ്യും? ഇവരെ എല്ലാവരെയും നമ്മൾ ഇന്ത്യയുടെ GDP-യിൽ ആഡ് ചെയ്യും. വൈ? ബിക്കോസ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ആരുടെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ആരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ്? ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഇന്ത്യയുടെ എക്കണോമിക് ബൗണ്ടറിക്കകത്ത്, അല്ലെ? നമ്മൾ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബൗണ്ടറിക്കകത്ത്, ഇന്ത്യയുടെ എക്കണോമിക് ബൗണ്ടറിക്കകത്ത് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട്, ഇന്ത്യയുടെ ഹോളിഡേയ്സ് ഫോളോ ചെയ്തിട്ട്, ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എന്താ പറയാ ടെറിട്ടറിക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ എന്തിനകത്ത് പെടുത്തും? നമ്മൾ നമ്മുടെ GDP-ക്കകത്ത് പെടുത്തും. ഓക്കെ, നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യില്ല? ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ റെസിഡൻസിനെ ഒന്നും നമ്മൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഒന്നും നമ്മൾ എന്തിൽ ആഡ് ചെയ്യുന്നില്ല? നമ്മുടെ GDP-യിൽ ആഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിനെ, പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസിനെ ഒന്നും നമ്മൾ എന്തിനകത്ത് ആഡ് ചെയ്യുന്നില്ല? ഇന്ത്യയുടെ GDP-ക്കകത്ത് ആഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ആരെ ആഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ എക്കണോമിക് ബൗണ്ടറിക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ എവിടെ ആഡ് ചെയ്യുന്നുള്ളൂ? നമ്മൾ ഈ പറയുന്ന നമ്മുടെ GDP-ക്കകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഡൗട്ട് ഒന്നും വരുന്നില്ലല്ലോ. ഇനി അതേപോലെ തന്നെ അപ്പൊ GDP എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു വർഷം നമ്മുടെ എക്കണോമിക് ബൗണ്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ GDP ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത ആളെ പഠിക്കാൻ പോവാണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അല്ലെ? GNP ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ, അത് നമുക്കൊന്ന് എഴുതിയിട്ട് വരാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം. GDP എന്താ നമുക്ക് മനസ്സിലായി, അല്ലെ? GDP എന്താണെന്ന് നമുക്ക് മനസ്സിലായി. GDP നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. അപ്പോ ഓക്കെ, GDP നമ്മളിപ്പോ GDP കാൽക്കുലേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. നമുക്ക് പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടേർഷ്യറി സെക്ടർ ഉണ്ട്, അല്ലെ? ഇവിടെയൊക്കെ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈമറി സെക്ടറിൽ ഒരു 10 kg വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. സെക്കൻഡറി സെക്ടറിൽ ഒരു മാനുഫാക്ചറിങ് സെക്ടർ അല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു 2 iPhone മാനുഫാക്ചർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ടേർഷ്യറി സെക്ടറിൽ ബാങ്കിങ് സർവീസസ് ഉണ്ട്, അല്ലെ? അവർ ഒരു എന്താ പറയാ, ബാങ്കിങ് സർവീസസ് ഫോർ എക്സാമ്പിൾ ഒരു 100 rupees-ന്റെ ബാങ്കിങ് സർവീസസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ എല്ലാ 100-ൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 10 kg വീറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 10 kg ഒരു kg ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 rupees ആണെങ്കിൽ നമുക്ക് 100 rupees കിട്ടും, അല്ലെ? 2 iPhone നമ്മൾ 100 rupees ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. എഗെയിൻ 100 rupees. ഇവിടെ നമ്മൾ ബാങ്കിങ് സർവീസസ് പറഞ്ഞു 100 rupees, അല്ലെ? നമുക്ക് മൊത്തം എത്ര കിട്ടി? 300 കിട്ടി. യെസ്, ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ GDP കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ GDP-യും GNP-യും നോക്കുകയാണെന്ന് വിചാരിക്കാം. GDP വേഴ്സസ് GNP. ഓക്കെ, GDP വേഴ്സസ് GNP നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. എന്താണ് വ്യത്യാസം ഇവിടെ ആകെ ഉള്ളത്? D and N, അല്ലെ? മറ്റേത് രണ്ടും ഗ്രോസ് ആണ്, പ്രൊഡക്റ്റ് ആണ്. ആകെ വ്യത്യാസമുള്ളത് ഡൊമസ്റ്റിക്കും നാഷണലും ആണ്, അല്ലെ? ഡൊമസ്റ്റിക്കും നാഷണലും അത്യാവശ്യം വലിയൊരു വ്യത്യാസം തന്നെയാണ്, അല്ലേ? അതെ, അല്ലെ? അപ്പൊ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എക്കണോമിക് ബൗണ്ടറിക്കകത്ത്, നമ്മുടെ ഡൊമസ്റ്റിക് ബൗണ്ടറിക്കകത്ത്, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൺട്രിക്കകത്ത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും നമ്മൾ GDP-യിൽ ആഡ് ചെയ്യും നമ്മൾ പറഞ്ഞു, അല്ലെ? നേരെ മറിച്ച് നാഷണലിന്റെ കേസ് വരുമ്പോൾ അത് എങ്ങനെ വരും നമുക്ക് നോക്കാം, അല്ലെ? ഇപ്പൊ ഇന്ത്യയുടെ കേസ്, ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ABCD ഒക്കെ ഉണ്ട്, അല്ലെ? ABCD, അല്ലെ? എ കമ്പനി ഫ്രം ഇന്ത്യ ആണ്, അല്ലെ? ബി കമ്പനി ഫ്രം നമ്മൾ എവിടെയായിരുന്നു എഴുതിയത്? US ആയിരുന്നു നമ്മൾ എഴുതിയത്. C ഫ്രം ജപ്പാൻ ആണ് നമ്മൾ എഴുതിയത്, അല്ലെ? D ഫ്രം ചൈനയാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി US-ലും ഇതുപോലെ ഉണ്ടാവും, അല്ലെ? US-ൽ നമ്മുടെ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ? US-ൽ ഫോർ എക്സാമ്പിൾ 1 2 3 4 4 കമ്പനീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റ് വൺ ഫ്രം US, സെക്കൻഡ് വൺ ഫ്രം ഇന്ത്യ, തേർഡ് ഫ്രം ചൈന ആൻഡ് ഫോർത്ത് വൺ ഫ്രം ജപ്പാൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ തൽക്കാലം കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ട് 2 രാജ്യങ്ങൾ എടുത്തുന്നേ ഉള്ളൂ. ഇതുപോലെ എല്ലാ രാജ്യങ്ങളും ഉണ്ടാവും, അല്ലെ? അപ്പൊ നാഷണൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
നാഷണൽ എന്ന് പറഞ്ഞാൽ ഹോൾ ആണ്. ഡൊമസ്റ്റിക് പറഞ്ഞാൽ നമ്മുടെ ടെറിട്ടറി അല്ലെ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. നാഷണൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ചൊരു വൈഡ് ആയിട്ടാണ് അല്ലെ, കുറച്ചൊരു വലുതാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആ പൈസ എന്തായാലും ആർക്ക് വരും? നമുക്ക് തന്നെ വരും അല്ലെ. യുഎസിന്റെ പൈസ എന്തായാലും എന്ത് ചെയ്യണം? അവർക്ക് തന്നെ കൊടുക്കണം, വേണ്ടേ? എന്തായാലും കൊടുക്കണം, അതിനൊരു സംശയവും വേണ്ട അല്ലെ. അപ്പൊ നാഷണലിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇപ്പൊ ഇന്ത്യ ഇവിടെ 100 rupees ഇവരെല്ലാവരും 100 rupees വെച്ചിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുകയാണ് എടാ. ഓക്കെ, ഇവരും 100 rupees വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ എല്ലാം 100 പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത്, ഞാൻ പറയുന്ന പോലെ കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം 100 കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ 100 എഴുതാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? നമ്മൾ നാഷണലി GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാഷണൽ വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഇവിടെ മൊത്തം നമുക്ക് 400 ഉണ്ട് ഇല്ലടാ, നമുക്ക് മൊത്തം 400 ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് കിട്ടാൻ എത്രയുണ്ട്? 100 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് GDP, ഓക്കെ, GDP പ്ലസ് GNP കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ GDP ആണ് എന്ത് ഈ ഇരിക്കുന്നത് അല്ലെ, നമ്മുടെ GDP ആണ് ഈ ഇരിക്കുന്നത്, മൈനസ് ഇൻകം ടു അബ്രോഡ് കൊടുക്കാനുള്ളത് അല്ലെ, മൈനസ് ഓക്കെ ഇൻകം ഫ്രം അബ്രോഡ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഈ 400 നിന്ന് അല്ലെ, നമുക്ക് ഈ 400 നമ്മൾ എത്ര അവർക്ക് കൊടുക്കണം? ഈ 300 അവർക്ക് കൊടുക്കണം അല്ലെ. ഇത് നമ്മുടെ അല്ല, ഇതും നമ്മുടെ അല്ല, ഇതും നമ്മുടെ അല്ല, 300 നമ്മൾ അവർക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ഇവിടെ നമുക്ക് കിട്ടാനുള്ള 100 നമ്മൾ ആഡ് ചെയ്യും അല്ലേ. കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് മൊത്തം എത്ര കിട്ടിയടാ? നമുക്ക് 200 കിട്ടി. 200 ആണ് എന്ത്? നമ്മുടെ GDP എന്ന് പറയുന്നത്, സോറി GNP എന്ന് പറയുന്നത്. കിട്ടിയോ? അത് നമുക്ക് കൊടുക്കാനുള്ള നമ്മൾ കൊടുക്കും അല്ലെ, ഇൻകം ടു അബ്രോഡ് കൊടുക്കാനുള്ളതാണ്, അത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടാനുള്ള 100 rupees നമ്മൾ ഇങ്ങോട്ട് മേടിക്കും. ഓക്കെ, അപ്പൊ GNPയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻകം ഫ്രം അബ്രോഡും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? കിട്ടിയോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കിയേ, എന്താ GNP നോക്കാം, ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. സോറി, GNP അല്ലെ. GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇറ്റ് ഇസ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഇന്ത്യസ് ഡൊമസ്റ്റിക് ബോർഡേഴ്സ് ആൻഡ് ഇൻകം ഏൺഡ് ബൈ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ഇന്ത്യൻ ഫേംസ് വർക്കിംഗ് അബ്രോഡ് അല്ലെ. അതായത് ഇന്ത്യൻ പീപ്പിളും ഇന്ത്യൻ ഫേംസും ഒക്കെ പുറത്ത് വർക്ക് ചെയ്യുന്ന അവരുടെ പൈസയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിയേ, GNP നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇറ്റ് ഇസ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഇന്ത്യൻ ഡൊമസ്റ്റിക് ബോർഡേഴ്സിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാർ വർക്ക് ചെയ്ത സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ GDP അല്ലെ, നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ GDP പ്ലസ് NFIA എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് അതെന്താ മീൻ ചെയ്യണേ? അതായത് GDP പ്ലസ് ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ഇൻകം ടു അബ്രോഡ്. കിട്ടിയില്ലടാ? ഓക്കെ അല്ലടാ? യെസ്, നമ്മൾ നേരത്തെ അങ്ങോട്ട് മാറ്റി എഴുതി, എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, സംഭവം ഇതാണ്. കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? GNP GDP ഒക്കെ ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ NDP നോക്കാം നമുക്ക്. ഓക്കെ, NDP ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണേ കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ, NDP GDP വേഴ്സസ് NDP. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ, GDP NDP നമ്മൾ എന്താ വ്യത്യാസം? ഒരു GD ഒരു NNE വ്യത്യാസമേ ഉള്ളൂ അല്ലെ. ഒരു GD ഒരു NNE വ്യത്യാസമേ ഉള്ളൂ. G എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ആണ് അല്ലെ. N എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ആണ്. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും അല്ലെ, ജിയും NNE മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഐഫോൺ മേടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഐഫോണിലാണല്ലോ പിടിച്ചേക്കുന്നത് ഫുള്ള്. ഐഫോൺ മേടിച്ചു എന്ന് നമ്മൾ വിചാരിക്കുക. ഐഫോൺ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 lakhന് മേടിച്ചു എന്ന് വിചാരിക്കാം. എല്ലാവരുടെയും 100 പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അല്ലെ. ഒരു 1 lakh നമ്മൾ മേടിച്ചു എന്ന് വിചാരിക്കാം അല്ലെ. ഫോർ 1 lakhന് എന്ത് മേടിച്ചു? ഐഫോൺ മേടിച്ചു അല്ലെ. കിട്ടിയോ? യെസ്. എന്നിട്ട് ഈ അത് എന്ത് ചെയ്യാന്നറിയോ? ഈ ഐഫോൺ
ആർക്ക് കൊടുക്കാന്നറിയോ? ബിന് കൊടുക്കുക. ഓക്കെ, ബിന് വിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ വിൽക്കുന്ന സമയത്ത് ബി ഫോർ എക്സാമ്പിൾ അത് എത്ര രൂപയ്ക്ക് മേടിക്കും? 80K മേടിക്കുമായിരിക്കും അല്ലെ? അതിനല്ലേ മേടിക്കുള്ളൂ, അല്ലാതെ 1 lakh കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മേടിക്കൂലല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 1 lakhനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 80Kനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ, ശ്രദ്ധിക്കണേ, ഗ്രോസിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നെറ്റ് കിട്ടും. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. നമ്മളൊരു കാർ മേടിക്കാന്ന് വിചാരിക്കാം, ഡിപ്രിസിയേഷൻ അല്ലെ, വെയർ ആൻഡ് ടിയർ, തേയ്മാനം, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസിൽ നിന്ന്, ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് നെറ്റ് കിട്ടും. ഓക്കെ, തൽക്കാലം ഗ്രോസ് നെറ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു കാർ മേടിച്ചു, നമ്മൾ 5 ലക്ഷത്തിന് ഒരു കാർ മേടിച്ചു എന്ന് വിചാരിക്കുക, അത് വിൽക്കുന്ന സമയത്ത് എത്രേ കിട്ടുള്ളൂ? ചിലപ്പോൾ 3 ലക്ഷമേ കിട്ടുള്ളൂ അല്ലെ? ആ കുറഞ്ഞ 2 ലക്ഷത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കും അല്ലെ? നമുക്ക് അറിയുന്ന കാര്യമല്ലേ? യെസ്. അപ്പോ ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. നെറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് കിട്ടും അല്ലെ? ഗ്രോസ് നെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഗ്രോസ് നെറ്റ് അല്ലെ, നമ്മൾ മൈനസ് ഡിപ്രിസിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. പ്ലസ് ഡിപ്രിസിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് കിട്ടും അല്ലേ? നമുക്ക് അറിയുന്നതല്ലേ? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ? യെസ്, ക്ലിയർ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ആകെ വ്യത്യാസം അത്രേ ഉള്ളൂ അല്ലെ? ഗ്രോസിന്റെയും നെറ്റിന്റെയും മാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? NDP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? GDP അല്ലെ, ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ മൈനസ് ഡിപ്രിസിയേഷൻ അല്ലെ? GDP മൈനസ് ഡിപ്രിസിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NDP കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം, ഒന്നും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ NDP നോക്കുകയാണെന്ന് വിചാരിക്കാം. NDP എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലെ? നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയിലെ തന്നെയാണ്, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡെഡ്യൂസിങ് ഡിപ്രിസിയേഷൻ ഫ്രം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ? GDPയിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NDP കിട്ടും അല്ലെ? ഡിപ്രിസിയേഷൻ ഇസ് ദ റിഡക്ഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്സ് അല്ലെ? ചില കാര്യങ്ങൾ, ചില ഫിക്സ്ഡ് അസെറ്റ്സിൽ നമുക്ക് വരുന്ന ഡിപ്രിസിയേഷൻ അല്ലെ, കുറവ് അല്ലെങ്കിൽ ആ വെയർ ആൻഡ് ടിയർ അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിയേ, NDP is equal to GDP minus depreciation. ഓക്കെ, ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ തന്നെയാണ്, മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത നമുക്ക് എന്ത് പഠിക്കാം? നമുക്ക് അടുത്ത NNP പഠിക്കാം അല്ലെ? NNP. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന NNP ആണ്. അപ്പൊ GDP versus NNP. GDP versus NNP. ഓക്കെ, ഇവിടെ എന്തൊക്കെ വ്യത്യാസമുണ്ട്? ഇവിടെ G, ഇവിടെ N അല്ലെ? ഇവിടെ D, ഇവിടെ വീണ്ടും N. യെസ്. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് Gനെ N ആക്കാൻ നമുക്കറിയാം അല്ലെ? ഗ്രോസിനെ നെറ്റ് ആക്കാൻ നമുക്കറിയാം. ഡിപ്രിസിയേഷന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഗ്രോസ് നെറ്റ് നമ്മൾ വ്യത്യാസം എന്താ? ഡിപ്രിസിയേഷൻ. കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചു. ഡൊമസ്റ്റിക് അല്ലെ, നാഷണൽ. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ആണ് അല്ലെ? നാഷണലും ഡൊമസ്റ്റിക് നമുക്ക് വ്യത്യാസം അറിയാം അല്ലെ? കൊടുക്കാനുള്ളത് കൊടുക്കണം, മേടിക്കാനുള്ളത് മേടിക്കണം. അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ? യെസ്, നമുക്കറിയാം, ഓഫ് കോഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? GDPയിൽ നിന്ന് നമുക്ക് NNP കണ്ടുപിടിക്കണമെങ്കിൽ ആകെ ഇത്രയും ചെയ്താൽ മതി. NNP is equal to GDP അല്ലെ, മൈനസ് ഡിപ്രിസിയേഷൻ ആദ്യം ചെയ്യുന്നു. അപ്പൊ എന്തായി? GNI അല്ലെ? അതായത് GDPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നെറ്റ് കിട്ടി. സോറി, ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നെറ്റ് കിട്ടി. അപ്പൊ GDP മൈനസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇനി ഡിയും എന്നും ഉണ്ട് അല്ലെ? ഡൊമസ്റ്റിക്കും നാഷണലും നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന് അല്ലെ? പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നമ്മൾ മേടിക്കാനുള്ളത് മേടിച്ചിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കും അല്ലെ? കഴിഞ്ഞ ദിവസം പഠിച്ചാണ്, കിട്ടിയേ? കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചാണ് അല്ലെ? നമുക്ക് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി മനസ്സിലായില്ലേ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ നോക്കിയേ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെ? NNP, ഗ്രോസ് national product GNP is obtained by subtracting consumption expenditure from yes, okay, ഇവിടെ ഇങ്ങനെയല്ല എഴുതിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ഞാൻ എഴുതാം കേട്ടോ. ചെറിയൊരു വ്യത്യാസം വന്നേ, ഇവിടെ നോക്കണേ. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആകെ എത്ര ചെയ്താൽ മതി? GDP NNP is equal to okay, GDP minus depreciation, okay, plus net factor income from abroad. ഇതൊരു വഴി. ഓക്കെ, ഇതൊരു വഴി. അതല്ലെങ്കിൽ ഇവിടെ എഴുതിയ പോലെ തന്നെ GNPയിൽ നിന്ന് GNP and NNP നോക്കിയേ. GNP
ആൻഡ് വേഴ്സസ് NNP അല്ലേ? ഇവിടെ നോക്കിയേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആകെ ഗ്രോസിന്റെയും നെറ്റിന്റെയും മാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? NNP is equal to GNP മൈനസ് ഡിപ്രിസിയേഷൻ ചെയ്താലും മതി. പോരെ? മതി അല്ലേ? NNP is equal to GNP മൈനസ് ഡിപ്രിസിയേഷൻ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും മതി അല്ലേ? അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ സബ്ട്രാക്ടിങ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫ്രം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതിയെ. നമ്മൾ എന്ത് ചെയ്താൽ മതി? GNP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NNP കിട്ടും. ഇത് നിങ്ങൾ നോക്കണ്ട, ഓക്കെ? കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ നിങ്ങൾ ആകെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ GNP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NNP കിട്ടും. കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ല ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? യെസ്? ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഇനി പെർ ക്യാപിറ്റ ഇൻകം പഠിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം കേട്ടോ. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് കീ ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറച്ച് കീ ഫാക്ടേഴ്സ് ഓഫ് നാഷണൽ ഇൻകം. കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് വൺ ഇസ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമേ ആഡ് ചെയ്യൂ. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ? ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഓൺലി ആഡ് ഫൈനൽ പ്രൊഡക്റ്റ്. ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് അല്ലെ? ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ? നമ്മുടെ ഇന്ത്യക്കകത്തും ഇന്ത്യയുടെ പുറത്തും അല്ലെ? അതായത് ഇന്ത്യൻ റെസിഡൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? നാഷണൽ ഇൻകത്തിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇന്ത്യയിൽ ആഡ് ചെയ്യാൻ പോവാണ്, ഇന്ത്യയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷുഗർ മില്ലിൽ കയറി. ഓക്കെ, ഷുഗർ മില്ലിൽ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഷുഗർ ആയിരിക്കും അല്ലെ? ഷുഗർ മില്ലിലെ ഫൈനൽ പ്രൊഡക്റ്റ് ഷുഗർ ആയിരിക്കും. അവർ മേ ബി ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയാ 100 rupees ഷുഗർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 കിലോ ഷുഗർ ഉണ്ടാക്കി 1 കിലോന് 10 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെ 100 രൂപയ്ക്കുള്ള ഷുഗർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഷുഗർ അവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളൊരു ടീ ഫാക്ടറിയിൽ പോയെന്ന് വിചാരിക്കാം. അവിടെ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് കോഴ്സ് അല്ലെ? ടീ ആണ് അവിടുത്തെ ഫൈനൽ പ്രൊഡക്റ്റ്. സെയിം ഒരു 100 rupees-നുള്ളതുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളൊരു ഡയറി ഫാമിൽ പോയെന്ന് വിചാരിക്കാം. ഡയറി ഫാമിൽ പോയെന്ന് വിചാരിക്കാം. ഡയറി ഫാമിൽ ഫോർ എക്സാമ്പിൾ ഒരു 100 rupees-നുള്ളതുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്തേ. നമ്മൾ പറഞ്ഞു നോക്കിയാൽ ഇവിടെ എല്ലാത്തിനും കൂടെ നമുക്ക് 300 rupees ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ പോവാണ്. ഓക്കെ, നമ്മളൊരു ബേക്കറിയിൽ പോവാണ്. അവിടെ ആകെ എന്തേ ഉള്ളൂ? അവിടെ ആകെ ചായ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ചായക്ക് 10 രൂപ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 100 ചായ എന്ത് ചെയ്യുന്നുണ്ട്? അവർ വിറ്റിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വർഷത്തേക്കാണ് നമ്മൾ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, ചായ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തേ ആഡ് ചെയ്യുള്ളൂ? അവിടെ നമ്മൾ ചായ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അല്ലാതെ ചായ ഉണ്ടാക്കാൻ എടുത്ത ടീ പൗഡറോ, അതല്ല ഷുഗറോ, അതല്ല മിൽക്കോ, ഓക്കെ, ഇങ്ങനെ ഒരു സാധനവും നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇവിടെ നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എന്ത് വിളിക്കും? ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അതായത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളില്ലേ, അതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കും? ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകൾ ഒന്നും നമ്മൾ എവിടേക്ക് ആഡ് ചെയ്യാറില്ല? നമ്മൾ നാഷണൽ ഇൻകത്തിലോട്ട് ആഡ് ചെയ്യാറില്ല. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, സംശയമുണ്ടോ? ഇല്ലല്ലോ. യെസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ? നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാ അത്? റീസൺ എന്താന്ന് വെച്ചാൽ ഡബിൾ കൗണ്ടിങ് വരും അല്ലെ? ഓൾറെഡി ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഈ 100 രൂപ വെച്ച് നമ്മൾ ആഡ് ചെയ്തു അല്ലെ? വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ പോയിട്ട് വീണ്ടും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കട്ടെ? 2 തവണ ആഡ് ചെയ്തില്ലേ? അപ്പൊ എന്ത് പറ്റും? ഡബിൾ കൗണ്ടിങ് ഉണ്ടാവും.
അല്ലെ? ആ ഡബിൾ കൗണ്ടിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫൈനൽ പ്രൊഡക്ട്സ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. എന്ത് നമ്മൾ ആഡ് ചെയ്യില്ല? നമ്മൾ ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്യില്ല. കിട്ടിയോടാ? മനസ്സിലായോ? യെസ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തത്, ഓക്കെ, നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്യുള്ളൂ എന്നറിയോ? വി ഓൺലി ആഡ് ഫാക്ടർ ഇൻകം. ഓക്കെ, നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ? വി ഓൺലി ആഡ് ഫാക്ടർ ഇൻകം ടു നാഷണൽ ഇൻകം. ഓക്കെ, വി ഓൺലി ആഡ് ഫാക്ടർ ഇൻകം ടു നാഷണൽ ഇൻകം. ആൻഡ് വൈ? റീസൺ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇൻകംസ് ഉണ്ട്. നമുക്ക് ഫാക്ടർ ഇൻകം ഉണ്ട്, ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ഇൻകം ഉണ്ട്. ട്രാൻസ്ഫർ ആൻഡ് ഫാക്ടർ. കിട്ടിയോ? മനസ്സിലായോ? ഫാക്ടർ ഇൻകം ഉണ്ട്, നമുക്ക് ട്രാൻസ്ഫർ ഇൻകം ഉണ്ട്. ഓക്കെ, എന്താ ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞാൽ? ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് നമ്മൾ പൈസ കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഐഫോൺ മേടിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ കൊടുക്കുന്നു, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 1 ലക്ഷം രൂപ കൊടുത്തു. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾക്ക് ഐഫോൺ കിട്ടി, അതൊരു ഗുഡ് കിട്ടി, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേ ബി 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം ചെയ്യാൻ നിങ്ങൾക്ക് അതിന്റെ സർവീസ് കിട്ടി എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് തിരിച്ചെന്തെങ്കിലും ഗുഡ്സോ സർവീസോ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും? അതിനെ നമ്മൾ ഫാക്ടർ ഇൻകത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടണോടാ? നമുക്ക് എന്തെങ്കിലും ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടർ ഇൻകത്തിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ മേടിച്ച ഐഫോൺ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അവർ നിങ്ങൾക്ക് വല്ലതും തിരിച്ചു തരുമോ? ഇല്ല, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? സ്നേഹം മാത്രം തരുന്നു പറയും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ ഐഫോണിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് വിചാരിക്കുക, അയാൾ തിരിച്ച് നമുക്ക് ഒന്നും തരില്ലല്ലോ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയാ. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക്, ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല, ഗുഡ്സോ സർവീസോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ നാഷണൽ ഇൻകത്തിന്റെ കേസിൽ പറയുവാണെങ്കിൽ, നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്ന പെൻഷൻ നമ്മൾ വല്ലതും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? പാവം ഗവൺമെന്റ് കാശില്ല എന്ന് വിചാരിച്ച് നമുക്കൊരു 50,000 രൂപ പെൻഷൻ തരണമെങ്കിൽ അതിലൊരു 20,000 രൂപ ഗവൺമെന്റ് തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുവോ? ഇല്ല, അല്ലെ? നമുക്ക് കിട്ടുന്ന ഗ്രാന്റ്, അല്ലെ? നമുക്ക് കിട്ടുന്ന ഗ്രാന്റ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അൺഎംപ്ലോയ്മെന്റിന്റെ അലവൻസ്, അല്ലെ? ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് വല്ല റിട്ടേൺ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് ഗുഡ്സോ സർവീസോ ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥ. ഓക്കെ, നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ? തിരിച്ചു വല്ലതും കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യുള്ളൂ. അതായത് വി ഓൺലി ആഡ് ഫാക്ടർ ഇൻകം. ഓക്കെ, മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് GDP and national income. Okay, both are different. രണ്ടും എന്താണ്? വ്യത്യാസമാണ്, അല്ലെ? ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, അല്ലെ? രണ്ടും എന്താണ്? രണ്ടും വ്യത്യാസമാണ്. GDP നമ്മൾ എന്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ? ഡൊമസ്റ്റിക് ഏരിയയിലുള്ള ആൾക്കാർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, അല്ലെ? ഡൊമസ്റ്റിക് ഏരിയയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ നമ്മൾ എവിടെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ? GDP കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. നാഷണൽ ഇൻകത്തിൽ അങ്ങനെയാണോ? അല്ല, അല്ലെ? നാഷണൽ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ഫ്രം അബ്രോഡും കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ രണ്ട് ആൾക്കാരും എന്താണ്? രണ്ടാൾക്കാരും വ്യത്യാസമാണ്, രണ്ടാൾക്കാരും ഒന്നാണെന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ്. മൂന്നാമത്തത്, ഓക്കെ, നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു okay, NNP at factor cost. നമ്മൾ NNP at factor cost അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഫാക്ടർ കോസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് നമ്മുടെ നാഷണൽ ഇൻകം കിട്ടും. അല്ലെങ്കിൽ രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും കീ ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം കൂടെ പറയാം. എന്തായാലും ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് കോസ്റ്റ് എന്നും കൂടെ മനസ്സിലാക്കാം. ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരു ഫാക്ടറി, ഓക്കെ, ഒരു ടീഷർട്ട് ബ്രാൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അവരവരുടെ ടീഷർട്ട് ഫോർ എക്സാമ്പിൾ 500 റുപ്പീസിനാണ് സെല് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അവർ എന്താ പറയാ, പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ട് 500 ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ, 500 ആണെന്ന് വിചാരിക്കാം. ഇത് മാർക്കറ്റിൽ അവർ വിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതൊട്ട് എന്ത് ആഡ് ചെയ്യും? GST ആഡ് ആവും, അല്ലെ? GST ആഡ് ആവും. ഫോർ എക്സാമ്പിൾ GST ഒരു 100 റുപ്പീസ് ആണെങ്കിൽ 500 പ്ലസ് ഒരു 100 കൂടെ നമ്മൾ എവിടെ പേ ചെയ്യേണ്ടി വരും? ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 600 നമ്മൾ 600 പേ ചെയ്യേണ്ടി വരും, അല്ലെ? 100 എന്താണ്? GST ആണ്, അല്ലെ? ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുക, ഇപ്പോൾ ടീഷർട്ട് അവരുടെ പ്രോഫിറ്റും കൂടെ 500 വിചാരിച്ചു, നമുക്ക് GST ഒരു 100 റുപ്പീസും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനിടയിൽ അവർക്ക് എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർക്കൊരു 50 റുപ്പീസ് സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സബ്സിഡി, ഓക്കെ, 50 റുപ്പീസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാം?
ഇതിന്ന് ഒരു -15 കൂടെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ചെയ്താൽ മതി? നമുക്ക് 550 ചെയ്താൽ മതി. അതായത് എന്താ വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 500 എന്താണ്? ഇതാണ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, ഈ 500 ആണ് എന്ത്? ഫാക്ടർ കോസ്റ്റ്. അപ്പൊ മാർക്കറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടർ കോസ്റ്റ്, ഓക്കെ, ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ്, ഓക്കെ, അത് നമ്മുടെ GST, ഓക്കെ, പ്ലസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ മാർക്കറ്റ് കോസ്റ്റ് കിട്ടും. കിട്ടിയോ? യെസ്. ഇനി ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ, ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിലോ മാർക്കറ്റ് കോസ്റ്റ് മൈനസ് ഇൻഡയറക്ട് ടാക്സ് പ്ലസ് സബ്സിഡി. കിട്ടിയോ? അതാണ് മാർക്കറ്റ് കോസ്റ്റും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ NNP ഒരു ഫാക്ടർ കോസ്റ്റ് എന്തിന് ഈക്വൽ ആണ്? നാഷണൽ ഇൻകത്തിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇൻ കേസ് ഓഫ് നാഷണൽ ഇൻകം, GDP, GNP, NNP, NDP ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ചിലത് ഡിപ്രിസിയേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരും അല്ലെ. ഡിപ്രിസിയേഷൻ വെച്ച് എത്ര എക്കണോമിക് വാല്യൂസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ചിലത് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്തിട്ടാണ്, ചിലത് നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുന്നുണ്ട്, ചിലത് ആഡ് ചെയ്യുന്നില്ല അല്ലെ. അങ്ങനെ ഡിഫറെന്റ് അഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ആണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് എന്തായി? നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. യെസ്. ഓക്കെ, ഇത്രയും പോർഷൻ എന്താണ്? ഇത്രയും പോർഷൻ ക്ലിയർ ആണ്, നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇപ്പൊ നമുക്ക് എന്തും കൂടെ നോക്കാം, പെർ ക്യാപിറ്റ ഇൻകം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം. Okay, per capita income. എന്താ per capita income? Per capita income is the average annual income of a person in a country. അല്ലെ, ഒരു രാജ്യത്തിലെ ഒരു പേഴ്സന്റെ ആവറേജ് ഇൻകം അല്ലെ. Per capita income is the average income of a person in a country. ഒരു രാജ്യത്തിലുള്ള ഒരു മനുഷ്യന്റെ ആവറേജ് ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Per capita income എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഗിവ്സ് per capita income. നമുക്ക് per capita income കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Per capita income is equal to നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ചെയ്താൽ മതി. ഓക്കെ, നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. ഇതുവരെയുള്ള കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് GDP ഡിഫ്ലേറ്റർ ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ GDP ഡിഫ്ലേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യം നാഷണൽ ഇൻകം, അതിന്റെ അഗ്രിഗേറ്റ്സും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കീ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. യെസ്, താങ്ക് യു.